വനിതാ സംവരണ ഭേദഗതി ബിൽ പിന്തുണ തേടി എംപിമാർ കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യം ശക്തിപ്പെടുത്താനായുള്ള ബില്ലെന്നും സ്ത്രീകൾ നയിക്കുമ്പോഴേ ഒരു സമൂഹം മുന്നേറുകയുള്ളൂ എന്നും കത്തിൽ പരാമർശം. കേന്ദ്രത്തിന്റെ നീക്കം രാഷ്ട്രീയ നേട്ടത്തിനെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് അച്യുതൻ, പറയൂ. ഗുഡ് മോർണിംഗ് SK. ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അത് പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ആ ബില്ല് വരികയാണ്. ഇതിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എംപിമാരുടെ പിന്തുണ ഈ ബില്ലിന്മേൽ തേടിക്കൊണ്ട് ഒരു കത്ത് എല്ലാ എംപിമാർക്കും നൽകിയിരിക്കുന്നത്. അതിന്റെ ഉള്ളടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യം ശക്തിപ്പെടുത്താനായിട്ടുള്ള ഒന്നാണ് ഈ ബില്ല് എന്നത് പ്രധാനമന്ത്രി ആ ഒരു കത്തിൽ പറയുന്നുണ്ട്. സ്ത്രീകൾ നയിക്കുമ്പോഴേ ഒരു സമൂഹം മുന്നേറുകയുള്ളൂ. അടുത്ത ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വനിതാ സംവരണത്തോട് നടത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്നതും പ്രധാനമന്ത്രി അടിവരയിട്ട് പറയുന്നു. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനായാണ് തന്റെ ഈ കത്ത് ഇപ്പോൾ താൻ ഈ എംപിമാർക്ക് അയക്കുന്നതെന്ന കാര്യവും അതിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുള്ള കാര്യവും പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. ചരിത്ര നിയമം ഉടൻ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഭൂരിപക്ഷ പാർട്ടികളും തന്നെ അറിയിച്ച ഒരു നിലപാട് എന്നതും പ്രധാനമന്ത്രി കത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രധാനമന്ത്രി കത്തിന് പിന്നാലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിന്റെ ആ ഒരു നീക്കം അത് രാഷ്ട്രീയ നേട്ടത്തിനായുള്ളതാണ് എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട ആരോപിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുകൾക്കിടയിലെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഏപ്രിൽ 29 ശേഷം സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യം കത്തിൽ ഖാർഗെ ആവശ്യപ്പെടുന്നുമുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഇതിന് പിന്നാലെ ഇപ്പോൾ ഉയരുന്നുണ്ട്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.